മാത്സ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാനുള്ളത് ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന പാഠഭാഗത്തിലെ 4-ാം ചാപ്റ്റർ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള പാഠഭാഗമാണ്. ഇതിലൂടെ ഓഥർ പ്രധാനമായിട്ടും രണ്ട് കൺസെപ്റ്റ് ആണ് മുന്നോട്ട് വെക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് എന്നുള്ള രണ്ട് കൺസെപ്റ്റ് ആണ്. ആദ്യമായി കമ്മ്യൂണിറ്റി ഹെൽത്ത് നമ്മൾ നോക്കുമ്പോൾ മെഡിസിൻ എന്നുള്ളത് ഒരു സൊസൈറ്റിയിലെ ഓരോ മെമ്പേഴ്സും ഓരോ ഇൻഡിവിജ്വലും അവരുടേതായിട്ടുള്ള സമൂഹത്തിലെ ഓരോ മെമ്പറായി തീരാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള അവരുടെ ആരോഗ്യം നിലനിർത്തുക, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അതിനെ തടയുക, ആഹ് തടയുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഈ മെഡിസിനെ കാണുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നമ്മൾ നോക്കുമ്പോൾ പാർട്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ ടെറിറ്ററിയൽ ഏരിയ പങ്കിടുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് അദ്ദേഹം കമ്മ്യൂണിറ്റി എന്നത് പറയുന്നത്. അതുപോലെ തന്നെ ടോണീസിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് കമ്മ്യൂണിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ജോഗ്രഫിക് ടെറിറ്ററി ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്, ധാരാളം ഇന്ററാക്ഷൻ ഒക്കെ നടത്തുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എൻവിറോൺമെന്റ് പരമായി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതിനാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയാം. അതുവഴി അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊന്നാണ് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന സാമൂഹിക ഘടകങ്ങളെ പറ്റിയാണ് ഇതിലൂടെ പറയുന്നത്. പ്രധാനപ്പെട്ട ഒന്നാണ് ഫാമിലി എന്നുള്ളത്. ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഫാമിലി കൃത്യമായ ഒരു പങ്ക് അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിൽ, ആരോഗ്യ സ്ഥിതിയിൽ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരുടേതായിട്ടുള്ള ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തുണ്ടായ ശീലങ്ങളായിരിക്കും മുതിർന്ന സമയത്തും ഉണ്ടാവുക. പ്രധാനമായിട്ടും അവരെങ്ങനെയൊക്കെ ഹെൽത്തിനെ സൂക്ഷിച്ചു പോകുന്നു അത്തരം രീതിയിലായിരിക്കും വലുതായാലും മുന്നോട്ട് പോവുക. WHO സംബന്ധിച്ചിടത്തോളം ഹെൽത്തിന്റെ സോഷ്യൽ ഡിറ്റർമിനൻസ് താഴെ കൊടുക്കുന്നവയാണ്. ഒന്നാമതായിട്ട് സോഷ്യൽ ഗ്രാഡിയന്റ്, അഥവാ ഇത് അർത്ഥമാക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ സ്ഥാനം, സൊസൈറ്റിയിലെ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അഥവാ വെൽത്തിയർ സെക്ഷൻസ്, അഥവാ കുറച്ച് സമ്പത്തൊക്കെ ഉള്ള ആളുകൾ നല്ലൊരു ആരോഗ്യവാനായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ സ്ട്രെസ്, പ്രധാനമായിട്ട് വർക്ക്, അതുപോലെ തന്നെ പേഴ്സണൽ ഫാമിലി സോഴ്സ് എന്നൊക്കെ ധാരാളം സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽത്തിനെ നന്നായി ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഏർലി ലൈഫ് ആൻഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അഥവാ ചൈൽഡ്ഹുഡിൽ നല്ല വാക്സിൻ അത്തരം കാര്യങ്ങളൊക്കെ എടുത്തുക്കണമെങ്കിൽ അവന് ഭാവിയിൽ ധാരാളം അസുഖങ്ങളെ തൊട്ടൊക്കെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, അഥവാ ഒരാളുകൾ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അവർക്ക് കെയർ കിട്ടാത്തതായിട്ട് വരും. അപ്പോൾ അത് ഒരു ഹെൽത്തിനെ അവരുടെ ആരോഗ്യത്തെ നന്നായി ബാധിക്കുമെന്നാണ് ഇതിലൂടെ. അതുപോലെ തന്നെ വർക്ക്, അതുപോലെ തന്നെ ഈ ജോലിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, സ്ട്രെസ്, അത്തരം കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള ഹെൽത്തിനെ നന്നായി ബാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, അവർക്ക് ഇൻകമിനുള്ള ഒരു സോഴ്സും ഇല്ലാതിരിക്കുക, അതൊക്കെ അവർക്ക് ധാരാളം സ്ട്രെസ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്ക് നൽകും. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തെ ഇല്ലാതാക്കാൻ വരെ നയിക്കുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ സപ്പോർട്ട്, സാമൂഹികമായിട്ടുള്ള പിന്താങ്ങൽ അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് അവരെ ഒരാൾ പരിഗണിക്കുന്നില്ല, അത്തരം സന്ദർഭങ്ങളൊക്കെ ഹെൽത്തിനെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അഡിക്ഷൻ, ഏതെങ്കിലും കൃത്യമായ കാലത്തിൽ അഡിക്ഷൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ഫുഡിലുള്ള പ്രശ്നങ്ങൾ, ന്യൂട്രീഷ്യസ് ഡയറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ഗുഡ് ഹെൽത്തിനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, ആംബുലൻസ്, അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ, ഒരു സാമുദായിക ആരോഗ്യ പ്രവർത്തകന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ എന്നാണ് അടുത്തതായിട്ടുള്ളത്. അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റിയെ കൃത്യമായ രീതിയിൽ അഡ്വക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ അവരുടേതായിട്ടുള്ള മെമ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ടോ എന്നതിൽ കഴിയണം. അതുപോലെ തന്നെ ഹെൽത്ത് കമ്മ്യൂണിറ്റികൾ പ്രിവെന്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള റീഹാബിലിറ്റീവ് ആയിട്ടുള്ള കെയറുകളൊക്കെ അദ്ദേഹം കൊണ്ടുവരണം. അതുപോലെ തന്നെ എല്ലാവർക്കും
ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് കെയർ ആയിരിക്കണം അവർ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഭരണകർത്താക്കളുടെ മേല് അവരുടേതായിട്ടുള്ള സൊസൈറ്റി, അവരുടേതായിട്ട് കമ്മ്യൂണിറ്റിയെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പ്രൈമറി ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് കെയർ ആണ് ആദ്യമായിട്ടുള്ള സ്റ്റെപ്പ്. ഒരു പബ്ലിക് ഹെൽത്ത് ജസ്റ്റ് ആൻഡ് ഈക്വിറ്റബിൾ ആയിരിക്കണം, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ കോസ്റ്റ് അത്രയും കുറഞ്ഞതായിരിക്കണം, എന്നാലേ എല്ലാവർക്കും അത് ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ അഥവാ എല്ലാവർക്കും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിലെ എല്ലാ തരം ആളുകൾക്കും ആക്സസിബിൾ ആവാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചതായിരിക്കണം ഹെൽത്ത് കെയർ. അതൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പീപ്പിളിന്റെ ഇടയിലും ഒരു കൊളാബറേഷൻ ഉണ്ടാവണം, എന്നാലേ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ കൾച്ചറൽ സേഫ്റ്റി ആൻഡ് സെൻസിറ്റിവിറ്റി ഒക്കെ ആയിരിക്കും പരിശോധനയൊക്കെ അത് നടത്തണം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നമ്മൾ അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് പബ്ലിക് ഹെൽത്ത് എന്നുള്ളത്. അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ പറയുന്നത് പബ്ലിക് ഹെൽത്ത് പ്രൊമോട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഹെൽത്ത് ഓഫ് ദി പീപ്പിൾ ആൻഡ് ദി കമ്മ്യൂണിറ്റീസ് വേർ ദേ ലിവ് ഇൻ, ലേൺ, വർക്ക് ആൻഡ് പ്ലേ എന്നാണ്. അവരുടേതായിട്ടുള്ള ജീവിക്കുന്ന, പഠിക്കുന്ന, വർക്ക് ചെയ്യുന്ന, കളിക്കുന്ന തരം കമ്മ്യൂണിറ്റികളിലൊക്കെ അവരുടേതായിട്ടുള്ള ഹെൽത്ത്, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനുമാണ് ഒരു പബ്ലിക് ഹെൽത്ത് ചെയ്യുന്നത്. താഴെ ധാരാളം ഡെഫിനേഷൻസ് കൊടുക്കുന്നുണ്ട്. The science and art of preventing disease, prolonging life and promoting physical health and efficiency എന്നൊക്കെ ധാരാളം ഡെഫിനേഷൻസ് അടിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഫിനേഷൻ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് നോട്ട് മിയർലി ക്യൂറിങ് ദം. ആദ്യമായിട്ട് പ്രിവെൻഷൻ ആണ്, അതിനെ ഇല്ലാതാക്കാനുള്ള ഇതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെന്റ്, അതുപോലെ തന്നെ സാനിറ്റേഷനും അതുപോലത്തെ ഹൈജീനിലൊക്കെ പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ ബാധിക്കണ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഡിസീസുകളുടെ മേലുള്ള കൺട്രോൾ, അതുപോലെ തന്നെ അവയർനെസ് പരത്തുക, അതുപോലെ തന്നെ ഹെൽത്ത് സിസ്റ്റംസിലൊക്കെ ധാരാളം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് പ്രിവെന്റീവ് മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്. പ്രധാനമായിട്ടും ഈ പ്രിവെന്റീവ് മെഡിസിന് ഓരോ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള കെയറിലായിരിക്കും. പബ്ലിക്കിനെ കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികളുടെ മേൽ അധിഷ്ഠിതമായിരിക്കും ഈ പബ്ലിക് ഹെൽത്ത് എന്നാണ് പറയുന്നത്, പ്രിവെന്റീവ് മെഡിസിന്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഡിസീസിന് ഉദാഹരണത്തിന് നോക്കുമ്പോൾ ചൈൽഡ്ഹുഡ് ഡിസീസില് അതിനൊക്കെ നമ്മൾ വാക്സിൻ ചെയ്യുന്നത് നമ്മൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ അത്തരം വളണ്ടറി ഏജൻസീസ് ഒക്കെ ധാരാളം അവയർനെസ് സ്പ്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് എപ്പിഡമിയോളജി. എപ്പിഡമിയോളജി എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇവന്റ്സ് ഇൻ സ്പെസിഫൈഡ് പോപ്പുലേഷൻസ്, അഥവാ ഒരു പഠനമാണ് പ്രധാനമായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കോസസ്, റിസ്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലുള്ള ഒരു പഠനമാണ് എപ്പിഡമിയോളജി എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമുക്ക് ആയുർവേദ, അതുപോലെ തന്നെ ഗ്രീക്ക് മെഡിസിൻ ഒക്കെ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായത് നമുക്ക് കാണാൻ സാധിക്കും. ബയോമെഡിസിന് വരവോടുകൂടി മറ്റുള്ളതിനൊക്കെ പ്രാധാന്യം കുറഞ്ഞു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ധാരാളം രോഗങ്ങളായിട്ടുള്ള ഒബെസിറ്റി, ഡയബറ്റിസ്, ആസ്മ പോലത്തെ ശ്വാസമുട്ടൽ, അത്തരം കാര്യങ്ങളിലൊക്കെ ധാരാളം ബയോമെഡിസിൻ കാരണങ്ങളാൽ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സോഷ്യൽ എപ്പിഡമിയോളജിയിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്, അഥവാ അവർ ജീവിക്കുന്നതായിട്ടുള്ള അവരുടെ ജിയോഗ്രഫിക്കൽ ഏരിയ ഓരോ പോപ്പുലേഷനെയും ജനങ്ങളുടെ ഒരു ഹെൽത്തിനെ അത് നന്നായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളുകളിൽ നമ്മൾ ധാരാളം ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾ, രോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ എപ്പിഡെമിയോളജിയുടെ യൂസ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ പ്ലാനിങ്ങും ഹെൽത്ത് സർവീസിലൊക്കെ പ്ലാനിങ് അതുപോലെ തന്നെ കൃത്യമായി നടപ്പിലാക്കാനൊക്കെ അത് സഹായിക്കും. അതുപോലെ തന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് ഡിസീസ് പ്രോസസ്, രോഗത്തെ നിർണ്ണയിക്കുക മനസ്സിലാക്കുന്നതിൽ നമുക്ക് എങ്ങനെയൊക്കെ എപ്പിഡെമിയോളജി സഹായിക്കും എന്നുള്ളത് നമുക്ക് അത് ഫോർ സ്റ്റഡിങ് ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ്, അഥവാ ഡിസീസ് ഉണ്ടാക്കാനുള്ള നാച്ചുറൽ പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ, ഓരോ ഡിസീസിന്റെയും കോസസ്, കണ്ടീഷൻസ്, കാര്യകാരണങ്ങളൊക്കെ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട്, മുമ്പത്തെ കാലങ്ങളത്തെ അനുബന്ധിച്ച് എത്രത്തോളം അത് ഇനി വരുന്ന ആളുകളെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് മനസ്സിലാവും. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് പ്രാക്ടീസിൽ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കുന്നത് നോക്കുമ്പോൾ എപ്പിഡമിക്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ പാൻഡമിക്സ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും എപ്പിഡമിയോളജി പഠിക്കുന്നതിലൂടെ. അതുപോലെ തന്നെ ഒരു രോഗത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് പബ്ലിക് ഹെൽത്ത് കെയർ വഴി സാധിക്കും. അതുപോലെ തന്നെ ഈ ക്ലിനിക്കൽ ആൻഡ് ഇൻഡിവിജ്വൽ പ്രാക്ടീസ് നോക്കുമ്പോൾ ഒരു ക്ലിനിക്കൽ റിസർച്ച് നടത്താൻ അത് സാധിക്കും. അതുപോലെ തന്നെ ഓരോ ക്ലിനിക്കൽ ഡെസിഷൻസ് ഒക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സാധിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പിഡമിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത്, ആദ്യമായിട്ടാണ് ഹെൽത്ത് സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ്. ആദ്യമായിട്ട് ക്രൂഡ് മോർട്ടാലിറ്റി റേറ്റ് നോക്കാൻ, അഥവാ ശിശു ഹത്യാ നിരക്ക് നോക്കാൻ, അതുപോലെ തന്നെ സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്, ഏജ് അനുസരിച്ചോ ജെൻഡർ അനുസരിച്ചിട്ടൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ അനുസരിച്ചിട്ടുണ്ടാകുന്ന മരണങ്ങളൊക്കെ നോക്കാൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ മോർബിഡിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ തന്നെ അടുത്തൊന്നാണ് മെഷേഴ്സ് ഓഫ് ഹെൽത്ത് കെയർ, അതായത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു അത് നോക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്, ഹെൽത്തിലുള്ള മാനുഷിക റിസോഴ്സുകൾ നോക്കാൻ നമുക്ക് സഹായിക്കും. ഹെൽത്ത് ഫിനാൻസ് നോക്കാൻ, അതുപോലെ തന്നെ എല്ലാവർക്കും അക്സസിബിലിറ്റി ഉണ്ടോ എന്നുള്ള സൂചനകൾ നൽകാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അഥവാ നല്ല ക്വാളിറ്റി ലൈഫ് ഉണ്ടോ എന്നുള്ള നോക്കാനുള്ള, അഥവാ എത്രത്തോളം ദിവസങ്ങളാണ് അദ്ദേഹം ഡിസാബിലിറ്റി ആയിട്ട് നിന്നത്, അതുപോലെ തന്നെ എത്രത്തോളം ബെഡ് ഡേയ്സ് എത്രത്തോളം കടന്നു, അതുപോലെ തന്നെ ലിമിറ്റഡ് ആക്ടിവിറ്റി ഡേയ്സ്, പരിമിതമായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്ത് എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് നോക്കാൻ സാധിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് പബ്ലിക് ഹെൽത്തിന്റെ റോൾ എന്തൊക്കെയാണെന്ന്. ആദ്യമായിട്ട് അസസ്മെന്റ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നീഡ്സ്, അഥവാ കൃത്യമായിട്ടുള്ള ഹെൽത്ത് സ്റ്റാറ്റസ്, ആരോഗ്യ സ്ഥിതി അന്വേഷിക്കുക, വിലയിരുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിനുള്ളതൊക്കെ അത് കൃത്യമായ രീതിയിൽ എത്രത്തോളം സമുദായത്തിൽ ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായ രീതിയിൽ വിലയിരുത്തുക. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഹെൽത്ത് പോളിസീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട റോള് പബ്ലിക് ഹെൽത്തില്. അതുപോലെ തന്നെ അഷ്വറിംഗ് ദ അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസസ്, അഥവാ കൃത്യമായിട്ടുള്ള ആരോഗ്യ സർവീസുകളും അതുപോലെ തന്നെ അതിന്റെ ലഭ്യതയും ക്വാളിറ്റിയും കൃത്യമായിട്ട് സമുദായത്തിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് അടുത്തതായിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ഹെൽത്ത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യം എന്നുള്ളത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ അല്ല, മറിച്ച് കൂട്ടായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിന് കൃത്യമായ ഒരു പ്രധാന പങ്കുണ്ട് ഓരോ ഇൻഡിവിജ്വലിനെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ. അതുപോലെ തന്നെ ഒരു പോപ്പുലേഷൻ ഹെൽത്ത് ഒരു ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ട് മാത്രമല്ല, കൃത്യമായ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫോർട്ടിലൂടെയാണ് അത് നേടിയെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ഡിറ്റർമിനൻസ്, അതൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ വിലയിരുത്തുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ആളുകൾ ഇതിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഭാഗതയത്വം ഉറപ്പുവരുത്തുന്നുണ്ടോ എന്നതിൽ നോക്കേണ്ടത് കാര്യം പ്രധാനമായിട്ടും ഉണ്ട്. അതുപോലെ തന്നെയാണ് ആക്ടിവിറ്റീസ് ഓഫ് പബ്ലിക് ഹെൽത്ത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് പൊതുജനാരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും നമ്മുടേതായിട്ടുള്ള
എൻവിറോൺമെന്റ്, ഫുഡ്, വാട്ടർ എന്നിവ സംരക്ഷിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്തി ബിഹേവിയർ അവയർനെസ്സിലൂടെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷന്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ അത് പാസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീഡ്സ് ആൻഡ് മേക്കിംഗ് ഡയഗ്നോസിസ് ടു ആസ് ഹെൽത്ത് ആൻഡ് പോപ്പുലേഷൻ, അഥവാ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഡയഗ്നോസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള അതിന്റെ ആവശ്യങ്ങളൊക്കെ വിലയിരുത്തി അതിന് മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഹെൽത്ത് പോളിസീസ് ഒക്കെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വർക്ക് പ്ലേസ് സേഫ്റ്റി ഒക്കെ അനുമാനിച്ച് അവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള ആരോഗ്യം അവർക്ക് ലഭിക്കുന്നുണ്ടോ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ധാരാളം പറയുന്നുണ്ട്. ഇനി ഹിസ്റ്ററി ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഹിസ്റ്ററി ആണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അഥവാ മനുഷ്യൻ ഇവിടെ ഉണ്ടായത് മുതൽ ഓരോ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ധാരാളം അതിനുള്ള മെഡിസിനും പബ്ലിക് ഹെൽത്തും അതിന് വേണ്ടിയിട്ടുള്ള അത് തടയാനുള്ള കൃത്യമായ നടപടികൾ അന്ന് മുതലേ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സയൻസ്, മെഡിക്കൽ റിസർച്ച്, എത്ര സോഷ്യൽ ചേഞ്ചുകളൊക്കെ മാറുന്നതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ വേണ്ടതായിട്ടുള്ള നടപടികൾ പബ്ലിക് ഹെൽത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യമായിട്ട് ആൻഷ്യൻ പീരീഡിലെ പബ്ലിക് ഹെൽത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നോക്കാം. ആദ്യമായിട്ട് ആൻഷ്യൻ പീരീഡിൽ ഒരു അഗ്രികൾച്ചർ അഥവാ അവരുടേതായിട്ടുള്ള കൃഷികൾ മുന്നോട്ട് പോകാൻ വേണ്ട തരത്തിലായിരുന്നു അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്, അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള രോഗങ്ങൾക്ക് ധാരാളം ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ ആയുർവേദ സിസ്റ്റങ്ങൾ ധാരാളം കാണുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈജിപ്തില്, അതുപോലെ തന്നെ ഗ്രീസില്, റോമൻ സിവിലൈസേഷനിലൊക്കെ അത്തരം മെഡിസിൻ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മിഡീവൽ പീരീഡിൽ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും മൊണാസ്ട്രികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ രോഗശമനമൊക്കെ ഉണ്ടായിരുന്നത്. യൂറോപ്പിലൊക്കെ നമുക്ക് 12-13 സെഞ്ചുറികൾക്ക് നമുക്ക് കുഷ്ഠരോഗമൊക്കെ ധാരാളം കാണപ്പെടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള സിറ്റി അർബനൈസേഷന് സിറ്റികളിലേക്ക് കൂടി പറഞ്ഞതോടെ ധാരാളം ഹെൽത്ത് റിസ്ക് ഒക്കെ അത്തരം കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ 14-ാം സെഞ്ചുറിയിൽ ബ്ലാക്ക് ഡെത്ത് ധാരാളം കാണപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതിന് കൃത്യമായ രീതിയിൽ അന്നത്തെ പബ്ലിക് ഹെൽത്ത് അതിനെ കൃത്യമായ രീതിയിൽ തടഞ്ഞിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു കാലഘട്ടമാണ് റിനൈസൻസ്. നവോത്ഥാന കാലഘട്ടത്തിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ, ധാരാളം തിയറികൾ പബ്ലിക് ഹെൽത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോണ്ടാജൻ തിയറി, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഡിസ്ഇൻഫെക്ഷനിലൊക്കെ ഉള്ള പരിഹാരങ്ങൾ, അതുപോലെ തന്നെ ഗാലൻസ് മിയസ്മ തിയറി, അതൊക്കെ ധാരാളം പബ്ലിക് ശ്രദ്ധ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 16-17 സെഞ്ചുറികളിൽ ധാരാളം അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായതുകൊണ്ട് ധാരാളം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആളുകൾക്ക് ലഭിക്കാൻ തുടങ്ങി എന്നതാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു കാലഘട്ടമാണ് 18-ാം സെഞ്ചുറി. അത് അതില് ബെർണാഡിനോ റാമസിനി എന്നൊരു സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ഡിസീസ് ഓഫ് വർക്കേഴ്സ് എന്നുള്ളൊരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതൊരു എപ്പിഡമിയോളജിക്കൽ വർക്ക് ആയിരുന്നു. ധാരാളം അന്നത്തെ റെലവെന്റ് ആയിട്ടുള്ള ധാരാളം മെഡിസിൻസ് ഒക്കെ അതിൽ അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം വർക്കുകളൊക്കെ അത്തരം കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു 18-ാം സെഞ്ചുറിയിലെ സ്മാൾ പോക്സിനെതിരെ എഡ്വാർഡ് ജെന്നർ കൊണ്ടുവന്ന ഒരു വാക്സിനേഷൻ ആയിരുന്നു പോക്സ് എന്നുള്ളത്. പോക്സ് എന്നുള്ള ഒരു വാക്സിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്മാൾ പോക്സിനെ അവർക്ക് കൃത്യമായ രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഈ അടുത്തൊരു പീരീഡാണ് 19-ാം സെഞ്ചുറി. അതിൽ ചാർലസ് അലക്സാണ്ടർ ലൂയിസ് എന്നുള്ള അദ്ദേഹം ധാരാളം ഹെൽത്ത് പരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അദ്ദേഹം കണ്ടെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഫൗണ്ടർ ഓഫ് മോഡേൺ എപ്പിഡമിയോളജി എന്നുള്ള ഒരു പേര് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ജോഹൻ പീറ്റർ ഫ്രാങ്ക് 18ാം സെഞ്ചുറിയുടെ അവസാനത്തില് അദ്ദേഹത്തിന്റെ വർക്കായിട്ടുള്ള കംപ്ലീറ്റ് സിസ്റ്റം ഓഫ് മെഡിക്കൽ പോലീസ് എന്നുള്ളൊരു വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ അദ്ദേഹം ഗവൺമെന്റിന്റെ റോള് അഥവാ ആരോഗ്യ സംരക്ഷണത്തില് ഗവൺമെന്റിന്റെ റോള് എന്തൊക്കെയാണ് എന്ന് അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 19ാം സെഞ്ചുറി കോളറ ലണ്ടനിലൊക്കെ ധാരാളം കാണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജോൺസ്റ്റൺ എന്ന ആള് അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാണ് എന്തുകൊണ്ടാണ് കോളറ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി ധാരാളം അന്വേഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറെ വർക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പീരീഡ് ആണ് 20ാം സെഞ്ചുറി. അതില് അഥവാ ഓരോ സ്റ്റേറ്റിനും പബ്ലിക് ഹെൽത്തിൽ കൃത്യമായ രീതിയിൽ വലിയതായിട്ടുള്ള പങ്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയൊരു പീരീഡ് ആയിരുന്നു അത്. അതുപോലെ തന്നെ അത്തരം കാലഘട്ടത്തില് സേഫ് വാട്ടർ, ശുദ്ധമായ ജലസേചനം, അതുപോലെ തന്നെ സാനിറ്റേഷന്, ഹൈജീന്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഫുഡ് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതിലൊക്കെ ലോക്കൽ ആയിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് ഒക്കെ അതോറിറ്റീസ് ഒക്കെ കൃത്യമായ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തുള്ള പബ്ലിക് ഹെൽത്ത് നോക്കുമ്പോൾ ധാരാളം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ട് യുഎന്റെ എല്ലാ മെമ്പേഴ്സും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പബ്ലിക് ഹെൽത്തിന് കൃത്യമായ രീതിയിൽ വലിയതായിട്ടുള്ള പങ്കുണ്ട് എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾസ് ഓഫ് 2000 പ്രധാനമായിട്ട് ഹെൽത്തിന് നല്ല ഒരു പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യയിലുള്ള പൊതുജനാരോഗ്യം. അതുമായിട്ട് ഹിസ്റ്ററി നോക്കുമ്പോൾ കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയിൽ പബ്ലിക് ഹെൽത്ത് ബ്രിട്ടീഷ് ഭരണത്തിനോടുകൂടിയാണ് വരുന്നത്. കാരണം ഓരോരോ തസ്തികകളിൽ ഹെൽത്ത് പരമായിട്ടുള്ള ഓരോ തസ്തികകളിൽ കൃത്യമായ രീതിയിൽ ആളുകളെ വെച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. സാനിറ്ററി കമ്മീഷനായിട്ട് സാനിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിൽ കൃത്യമായ പങ്ക് വഹിച്ചിരുന്നു ഉണ്ടായിരുന്ന സാനിറ്ററി കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് കമ്മീഷൻ ഉണ്ടായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷ് സർക്കാർ മുതലേ കൃത്യമായ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് നോക്കുമ്പോൾ ഒന്നാമതായിട്ട് മെന്റൽ ഹെൽത്ത് അഥവാ മാനസികാരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് ധാരാളം പദ്ധതികളൊക്കെ അന്ന് പുറപ്പെടുവിച്ചിരുന്നു. അതുപോലെ തന്നെ സാനിറ്റേഷന് കൃത്യമായ രീതിയിൽ ധാരാളം സ്ഥലങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വൃത്തിയോടെ സൂക്ഷിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് വാക്സിനേഷൻ അഥവാ സ്മാൾ പോക്സിനെതിരെയുള്ളൊക്കെ വാക്സിനേഷൻ കൃത്യമായ രീതിയിൽ നടപ്പാക്കിയിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1823. അതുപോലെ തന്നെ പ്ലേഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൃത്യമായ രീതിയിൽ മെഷേഴ്സ് ഉണ്ടാക്കിയിരുന്നു. അതിനുള്ളതായിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ 1897 എപ്പിഡമിക്സ് ഡിസീസ് ആക്ട് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെപ്രസി കുഷ്ഠരോഗത്തിന്റെ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോളറ, മലേറിയ മറ്റു ഉള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള കൃത്യമായ രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ തടുത്തു മാറ്റാം അതിനുള്ള മെഷേഴ്സ് ഒക്കെ അന്നത്തെ കാലത്തെ തൊട്ട് എടുത്തിരുന്നു. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം എങ്ങനെയൊക്കെ ആയിരുന്നു പബ്ലിക് ഹെൽത്ത്. പ്രധാനമായിട്ടും ഇന്ത്യ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കൃത്യമായിട്ടുള്ള ഒരു മെമ്പർ ആയിരുന്നു. അതിന്റെ ആദ്യം മുതലേ ഇന്ത്യ ഒരു മെമ്പർ ആയിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ധാരാളം പുതുതായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പോളിസീസ് അതുപോലെ തന്നെ മെഷേഴ്സ് ധാരാളം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ ധാരാളം തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ പാർട്ടിക്കുലർ ഡിസീസസ്, ട്യൂബർകുലോസിസ്, മലേറിയ പോലുള്ള
രോഗങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ അവയർനെസ് കൊടുത്ത് അതിനെ എങ്ങനെയൊക്കെ തടുത്തു മാറ്റാം, അതിനൊക്കെ പ്രിവെൻഷൻ മെഷേഴ്സ് ഒക്കെ ധാരാളം ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ COVID-19 പാൻഡമിക് അതിനൊക്കെ കൃത്യമായ രീതിയിൽ തടുത്തു മാറ്റാൻ ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് ഇറങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് ഇന്ത്യ നോക്കുമ്പോൾ ചീപ്പ് രീതിയിൽ വളരെയധികം കുറഞ്ഞ നിരക്കിൽ പാവങ്ങൾക്കൊക്കെ ആക്സസിബിൾ ആവാൻ എന്ന നിലയ്ക്ക് ആന്റിബയോട്ടിക്സ് ഒക്കെ ധാരാളം നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷനുള്ള ഡിസീസുകൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ധാരാളം മെഷേഴ്സ് ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരുന്നു. അതുപോലെ തന്നെ ഇനി വെല്ലുവിളികൾ എന്തൊക്കെ പബ്ലിക് ഹെൽത്ത് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുമ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, ട്യൂബർകുലോസിസ് പോലെ, മലേറിയ പോലെ, HIV AIDS പോലെ അത്തരം രോഗങ്ങളൊക്കെ നിലവിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലേറിയ, ഡെങ്കി, എൻസെഫലൈറ്റിസ് ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു റിസ്ക് ആയിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ക്യാൻസർ പോലെ ഹൃദയപരമായിട്ടുള്ള ധാരാളം ഡിസീസുകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ, ടൊബാക്കോ ഒക്കെ ധാരാളം പബ്ലിക് ഹെൽത്തിനെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ശിശു ഹത്യ നിരക്ക് ധാരാളം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം എന്നാണ് നമുക്ക് നോക്കുന്നത്. അത് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ആയിട്ട് റിസോഴ്സ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈമറി കെയറിന് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾക്ക് ധാരാളം അറ്റൻഷൻ കൊടുക്കണം. അതുപോലെ തന്നെ നിലവിലുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ധാരാളം ഫെസിലിറ്റീസ് ഒക്കെ അതിൽ കൊണ്ടുവന്നിട്ട് എല്ലാ മെമ്പേഴ്സിന്റെയും ആരോഗ്യം നിലനിർത്തുന്ന രീതിയിലായിരിക്കണം ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ അവിടെയുള്ള ജോലിക്കാർക്ക്, അവിടെയുള്ള വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈമിനായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ നൽകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളം റിസർച്ചുകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്നുള്ളതും കൃത്യമായ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രോഗത്തിന്റെ എങ്ങനെയൊക്കെയാണ് അതിന്റെ കോസസ്, എഫക്ട്സ് ഒക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള റിസർച്ച് ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചായിരിക്കണം ഓരോ രോഗത്തെയും തടുക്കേണ്ടത് എന്നും മനസ്സിലാക്കേണ്ടതാണ്. അത്രയൊക്കെ